ഹലോ ഗൈസ്, അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ എൻ്റെ ഓണവിശേഷം അറിയാം. ആക്ച്വലി ഡ്യൂട്ടിയൊക്കെ ലീവ് എടുത്ത് ഞങ്ങൾ ഓണസദ്യ ആക്കാമെന്ന് ആക്ച്വലി പ്ലാൻ ചെയ്തു. ഇവിടെ നിന്ന് ഓണസദ്യ ആക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചല്ല, പക്ഷേ ഞങ്ങൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇവിടുത്തെ ഓണവിശേഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓണസദ്യക്ക് വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങാൻ ഞാൻ സ്നേഹിച്ചാണ് പോയത്. ആക്ച്വലി നമ്മളുടെ നാട്ടിൽ കിട്ടേണ്ട സാധനം കിട്ടാൻ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങൾ നല്ല ക്ഷീണിച്ചു. ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒരു ഫുഡൊക്കെ കഴിച്ച് പിന്നെയും കുറേ അലഞ്ഞു തിരിഞ്ഞാണ് ഇന്ത്യൻ സാധനങ്ങളൊക്കെ ഒപ്പിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത്. കാരണം ഓണായതുകൊണ്ട് ഒരാൾ വാങ്ങിപ്പോയി അങ്ങനെ സാധനങ്ങൾ ഇന്ത്യൻ സ്റ്റോറിലോട്ട് അവൈലബിൾ അല്ലായിരുന്നു. രാവിലെ സാധനം വാങ്ങാൻ പോയി ഏകദേശം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സാധനങ്ങൾ വാങ്ങി സെറ്റാക്കി വന്നു. പിന്നെ നമ്മളിനി കുളിച്ച് ഫ്രഷായി നമ്മുടെ ഡ്യൂട്ടി തുടങ്ങിയാണ്. ഇന്ന് തലേ ദിവസം രാത്രി നമ്മളെല്ലാം കുക്ക് ചെയ്ത് വെച്ചാലേ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് കുറച്ച് പണി കുറഞ്ഞ് കിട്ടുമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുക്ക് ചെയ്യാൻ തുടങ്ങി. ഏകദേശം തോരൻ, മെഴുക്ക് പുരട്ടി, പിന്നെ അതുപോലെ തന്നെ സാമ്പാറും മോര്, പിന്നെ അവിയൽ, ഇതൊക്കെ തലേ ദിവസം രാത്രി സെറ്റാക്കാനുള്ള പരിപാടിയാണ്. പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ കാര്യമല്ല, അരിഞ്ഞു വെക്കാനും. ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നെ ഇതിനു വേണ്ടി ദൂക്കാൻ എന്ന് പറഞ്ഞ ആപ്പിൽ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ സാധനം നമുക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടിയിട്ടില്ല. അപ്പം ബാക്കിയെല്ലാം ഉള്ളത് വെച്ച് ഞങ്ങൾ സേഫ്റ്റിക്ക് കുറച്ച് കാര്യങ്ങളും കരുതി വെച്ചതുകൊണ്ട് നമുക്കിത് സെറ്റായി നടത്താൻ പറ്റും. ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഓർമ്മ വരുന്നേ, നാട്ടിൽ ഞാൻ ഓണത്തിൻ്റെ സമയത്തൊക്കെ ഒരു സദ്യക്ക് പോലും ഞാൻ കൂടിയിട്ടില്ല. അതേ മീൻസ് അമ്മയൊക്കെ കിച്ചണിലുണ്ടാക്കും, അമ്മ നമ്മളെ വീട്ടുകാരെല്ലാവരും ഉണ്ടാക്കും. ഞങ്ങൾ കുട്ടികളൊക്കെ പുറത്ത് പോയി ഇങ്ങനെ കളിക്കും, വെറുതെ ഇരിക്കും. അങ്ങനെ ഉണ്ടായത് ഫസ്റ്റ് ടൈമാണ് ഓണസദ്യ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നൊരു എക്സ്പീരിയൻസ്. ആക്ച്വലി നല്ലതായിരുന്നു. ഇവിടെ നമ്മൾ മലയാളീസ് എല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ ഒരു ഹോംലി ഫീലാണ്, അടിപൊളി ഫീലാണ്. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഇപ്പം വർക്കിൻ്റെ സ്ട്രെസ്സും കാര്യമൊക്കെ ഉണ്ടായി. ഈ ഒരു സംഭവത്തോടെ തന്നെ നമ്മൾ കുറച്ച് സ്ട്രെസ് റിലീഫായി. ഒരുമിച്ച് എല്ലാവരും കൂടി ഇതാക്കുമ്പോൾ നല്ലതല്ലേ. ഇവിടെ മലയാളി അസോസിയേഷൻ ഓണം സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഡ്യൂട്ടിയൊക്കെ കാരണം ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ തന്നെ ആക്കി. നമുക്ക് സദ്യ ഫ്രോസൺ പാക്കറ്റ് ഇവിടെ ഇല്ല, പക്ഷെ മേ ബി അത് ഉണ്ടായെങ്കിൽ പോലും നമുക്ക് പണിയില്ലാണ്ട് നമുക്കത് കഴിക്കാമായിരുന്നു. പക്ഷെ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് ഓരോന്നും മണത്തറിഞ്ഞ് അതൊക്കെ. പിന്നെ തേങ്ങേൻ്റെ കാര്യം പറയണം. നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ഞാനിങ്ങനെ ഫ്രഷായി ചിരകിയ ഒരു തേങ്ങ കണ്ടിട്ടില്ല. ഇതുപോലെ ഡ്രൈ പാക്കറ്റാണ് ഞങ്ങൾ ഉപയോഗിക്കാറ്. പിന്നെ ഇവിടെ നിന്ന് ആക്ച്വലി ഈ തേങ്ങ പൊട്ടിക്കുമ്പോഴും തേങ്ങ അരക്കുമ്പോഴും ആ അരച്ച് വെച്ച് തേങ്ങ ഇങ്ങനെ മണപ്പിച്ചുകൊണ്ടിരിക്കാൻ തോന്നുക. നാട്ടിൽ നിന്ന് ഒരു കറിയാക്കിയാൽ ചിലപ്പോൾ അതിൻ്റെ തേങ്ങ പീരെല്ലാം ഞാൻ എടുത്ത് മാറ്റി വെക്കും. എനിക്കത് ഇഷ്ടമല്ല. പക്ഷേ ഇപ്പം ഇഷ്ടമല്ലാത്ത കറികൾ എന്തെല്ലാം ആയിരുന്നോ അതൊക്കെ അതിനോടൊക്കെ ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ്. അതൊക്കെ ഇപ്പം സൂപ്പറായി അങ്ങനെ കഴിക്കാനുള്ള ടെൻഡൻസി കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ. പക്ഷെ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്തത്. ഓരോരോ കറികളാക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ വീട്ടിൽ വിളിച്ച് ചോദിച്ച് ആക്കി അങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കിയൊരു ഫുഡ്. അതിൻ്റെ രുചി വേറെ തന്നെയായിരിക്കും. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അതിന് ടേസ്റ്റ് വരുമ്പോഴും നമുക്കൊരു സന്തോഷം, നല്ല സ്മെല്ല് വരുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ നമ്മൾ ആക്ച്വലി ഈ പണിയൊക്കെ അന്ന് തീരാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ടൈം എടുത്തിന്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് അതൊന്നും ഒരു ടയേർഡായിട്ടോ അങ്ങനെയൊന്നും ബാധിച്ചിട്ടില്ല. അതിൽ ഇപ്പം ചേച്ചിയും ജിസ്നയൊക്കെ അവർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് തുടങ്ങിയത്. ഞങ്ങളാണെങ്കിലും ആ ദിവസം മൊത്തം ഷോപ്പിങ്ങിന് ഈ സാധനങ്ങൾ ഒപ്പിക്കാൻ വേണ്ടി പോയി വെയിലത്ത് അലഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ നടന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ടയേർഡുണ്ട്. വാഴയില ഒപ്പിക്കാൻ വേണ്ടി ജർമ്മനി വരെ പോയിട്ട് വന്നാലോ എന്ന് ആലോചിച്ചാൽ അവസാനം പാസ്പോർട്ട് എടുക്കാൻ മറന്നുകൊണ്ട് പോയില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് നടന്നപ്പം ഫ്രോസൺ ആയിട്ടുള്ള വാഴയില കണ്ട് അങ്ങനെ അത് വാങ്ങി നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വാട്ടിയെടുത്തതാണ് ഈ വാഴയില. എല്ലാം കഴിഞ്ഞ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് നാളത്തേക്കെല്ലാം വേണ്ടി കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ച് സ്നേഹ ചേച്ചി പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യൻ അല്ല, പക്ഷെ ചേച്ചിക്ക് ത്രെഡ് ചെയ്യാനും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളറിയാം. അങ്ങനെ ത്രെഡ് ചെയ്യാണ്. പിരികൊക്കെ നല്ലോണം വളർന്നില്ല, ജസ്റ്റ് ത്രെഡ് ചെയ്യുമ്പോൾ വേദനയാണ്. ഒന്നാമത് ചേച്ചി ത്രെഡിങ് നൂല് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ നോർമൽ നൂലുകൊണ്ടാക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഒടുക്കത്തെ വേദന. എനിക്കാണെങ്കിൽ കുഞ്ഞി ഇത് കുറേ കൂടുതലാണ്. പ്ലക്കർ വെച്ച് എനിക്ക് പ്ലക്ക് ചെയ്യാൻ അറിയില്ല. അങ്ങനെ ഇതിനെ കൊണ്ട് ത്രെഡ് ചെയ്ത് തന്നു. അങ്ങനെ അവസാനം ഞാൻ ത്രെഡാക്കി കഴിഞ്ഞിരിക്കുന്നു. കണ്ട ഫുള്ള് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ത്രെഡാക്കി ഇനി നമ്മൾക്ക് കിടക്കാം. ഗുഡ് മോർണിംഗ്. അപ്പം
ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെ എണീറ്റു ഗൈസ്. 7 മണിക്കാണ് എണീറ്റത്. ആക്ച്വലി എണീറ്റ് ഞാൻ എലശ്ശേരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ ഞങ്ങളിപ്പോൾ പോകുന്നത് പാർസൽ വാങ്ങാനാണ്. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കും ഉണ്ട് അതിലൊരു സെറ്റ് സാരി. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് സാരി വാങ്ങി. പിന്നെ ഇന്നലെ വാങ്ങാൻ മറന്ന സാധനം ഞാൻ വാങ്ങിയിട്ട് വരുമ്പോഴത്തേക്ക് ചേച്ചി അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ചേച്ചീനെയും കൂട്ടി ഞങ്ങൾ രണ്ടാളും വീട്ടിൽ പോയി. ആദ്യത്തെ പണി എന്തായിരുന്നു? നമ്മുടെ സെറ്റ് സാരി കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് അത് പൊട്ടിച്ചു. അതിൽ വേറെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ സാരി, ദേ കിടക്കുന്ന സാരി, ദിസ് ഈസ് മൈ സാരി. ബ്ലാക്ക് കളറാണ് എൻ്റെ സെറ്റ് സാരി. എനിക്ക് ബ്ലാക്ക് കളർ സെറ്റ് സാരി ഇല്ല, പക്ഷെ നല്ലൊരു സാരിയായിരുന്നു. മെർലിൻ ചേച്ചിയുടെ ചേട്ടൻ അരുൺ ചേട്ടനാണ് ഇത് സെലക്ട് ആക്കിയത്. അടിപൊളി ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നെക്സ്റ്റ് ബാക്കി പരിപാടി തുടങ്ങണം. ഈ കക്കിരിക്ക പെരക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പച്ചടി പോലത്തെ സാധനം. പക്ഷേ ആക്ച്വലി ഇവർക്കത് അറിയില്ല. ഇവർ ആ പേര് കേൾക്കുമ്പോൾ ചിരിക്കുക. കക്കിരിക്ക പെരക്ക്. കക്കിരിക്ക മീൻസ് നമ്മൾ കക്കിരിക്ക കുക്കുമ്പർ. പെരക്ക് എന്ന് എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആക്ച്വലി ഞങ്ങളതാണ് ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കി. പിന്നെ ഏകദേശം സദ്യക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. സ്നേഹ ചേച്ചി അവിടെ പായസമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ കക്കിരിക്ക പെരക്കാക്കി. അങ്ങനെ ഫൈനലി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇനി താഴെ ഇരുന്ന് സദ്യ കഴിക്കാൻ താഴെയൊക്കെ അടിച്ച് തുടച്ച് സെറ്റാക്കി സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് വെച്ചു. ഇങ്ങനെ കാണാൻ എന്താ രസം. അതിനുശേഷം ഓരോന്നായിട്ട് വിളമ്പി തുടങ്ങുവാണ് നമ്മളുടെ സദ്യയുടെ ഓരോ കറികളും. ആഹാ, കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. ആക്ച്വലി ക്യാബേജൊക്കെ ഞാൻ മുമ്പ് കഴിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ സദ്യയുടെ കൂട്ടത്തിൽ എല്ലാം സന്തോഷം. ഒന്നാമത് ഇവിടെ വന്ന് ഇത്രയും ദിവസത്തിന് ശേഷം ഇന്ത്യൻ ഫുഡ് ഇങ്ങനെ കണ്ടിട്ടില്ല. അതും പ്രത്യേകിച്ച് ആ തേങ്ങ, ഒറിജിനൽ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ നല്ല സന്തോഷമായി. ഒരു കറിയല്ല, പരിപ്പും സാമ്പാറും ഞങ്ങൾ വെച്ചായിരുന്നു കറിയായിട്ട്. പപ്പടത്തിൻ്റെ കാര്യം തൂക്കാനിൽ നല്ല പപ്പടം ഓർഡറാക്കി. പക്ഷേ പപ്പടം വരാത്തതുകൊണ്ട് ഓൾറെഡി ഞങ്ങളിൽ ഉണ്ടായ പപ്പടം നമ്മൾ പൊട്ടിച്ചാക്കിയത് കൊണ്ടാണ് ഷേപ്പില്ലാത്തത് കേട്ടോ. ബാക്കി സദ്യ അടിപൊളി. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം നമ്മുടെ പായസം. ആക്ച്വലി ഇത് സേഫ്റ്റിക്ക് വേണ്ടി സേമിയ വാങ്ങി ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ പായസം മിക്സ് ഓർഡർ ആക്കിയത് വന്നിട്ടില്ല. കണ്ടോ, പൂക്കളം ഞങ്ങൾ സദ്യ ഉണ്ടാക്കി അവസാനം. അങ്ങനെ അടിപൊളിയാക്കി. പിന്നെ തിന്നാനായിരുന്നു തൊട്ട് തിരക്ക്. വീഡിയോ എടുക്കുമ്പോഴും നമുക്ക് വിശന്നിട്ടും വയ്യായിരുന്നു. ഇത്രയും നല്ല ഫുഡ് കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സത്യം പറഞ്ഞാൽ ലാസ്റ്റ് നല്ല ടയേർഡായി. എന്താന്ന് വെച്ചാൽ പായസം അത് നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 2 ഗ്ലാസ് പായസം അപ്പന് കുടിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ അവസാനം പായസം കുടിച്ച് ആ കിക്ക് ഇതാക്കാൻ വേണ്ടി ഒരു ചോറും കുറച്ച് ഇതും മോരും സംഭാരം. അത് കഴിഞ്ഞ് എല്ലാവരും ടയേർഡായി. ഇതായിരുന്നു ലാസ്റ്റ് സ്റ്റേജ് ഓഫ് സദ്യ. എല്ലാവരും കിടന്നും ഇരുന്നും ഇങ്ങനെയൊക്കെയാണ് സദ്യ കഴിക്കുന്നത്. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും ടയേർഡായി. പിന്നെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവിടത്തെയും ലാസ്റ്റ് സ്റ്റേജ് ഇങ്ങനെയാണ് ഗൈസ്. എല്ലാവരും അവിടെ കിടന്നുറങ്ങി. അപ്പോൾ ബൈ, ഐ എം ഹാപ്പി.